നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ തേടിവരുന്ന ഓരോ സമയങ്ങളുണ്ട്. 27 നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ പലപ്പോഴായിട്ടും അവരുടെ നല്ല സമയത്ത് പല മികച്ച നേട്ടങ്ങളും അവരുടെ കൂടെ വന്നു ചേരാറുണ്ട്. ചാരവശാലുള്ള സ്ഥിതിയും ഗ്രഹങ്ങളുടെ രാശിമാറ്റവും ഒക്കെ പലപ്പോഴും പല നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാറുണ്ട്. ഓരോ നക്ഷത്രക്കാർക്കും അനുകൂലമായ സമയങ്ങൾ വന്നു ചേരുന്നതോടൊപ്പം തന്നെ പലപ്പോഴും പല നക്ഷത്രക്കാർക്കും ദോഷകരമായിട്ടുള്ള അവസ്ഥകളും വന്നു ചേരാറുണ്ട്. ഇതൊക്കെ സംഭവിക്കുന്നത് ഓരോ ഗ്രഹങ്ങളുടെയും മാറ്റവും സ്ഥിതിയും യോഗവും ദൃഷ്ടിയും കൊണ്ടാണ്. ഇപ്പോൾ പറയുന്ന കുറച്ച് നക്ഷത്രക്കാർ അവർക്ക് വലിയ നേട്ടങ്ങൾ വന്നു ചേരുന്നു. കത്തിച്ചൊലിക്കുന്ന നേട്ടങ്ങൾ വന്നു ചേരുന്ന കുറച്ച് നക്ഷത്രക്കാർ ഇവർക്ക് രാജകീയ പ്രൗഢിയോടുകൂടി ജീവിതത്തിൽ മിന്നുന്ന വിജയം കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ്. ഇവർ ആഗ്രഹിച്ച രീതിയിൽ അവരുടെ ജീവിതം മെച്ചപ്പെടും. സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറി സമ്പന്ന പദവിയിലേക്ക് എത്തിച്ചേരാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരും. മികച്ച മുന്നേറ്റങ്ങളും മികച്ച ഉയർച്ചകളുമൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സാധ്യമാകുന്ന ഒരു സമയമാണ്. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിൽ വലിയ ഭാഗ്യവും വലിയ നേട്ടവും ഒക്കെ വന്നു ചേരുന്നതെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. തങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. മികച്ച നേട്ടങ്ങളും മികച്ച ഉയർച്ചകളും ഒക്കെ വന്നു ചേരുന്ന സൂര്യ തേജസ്സോടുകൂടി ജീവിതത്തിൽ മിന്നുന്ന ഉയർച്ചകൾ സംഭവിക്കുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രക്കാർ കുതിച്ചുയരും. ഇവർ കത്തിച്ചൊലിക്കും. ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഇവർക്ക് കാണാൻ സാധിക്കും. പ്രവചനങ്ങളൊക്കെ ഇവർക്ക് അനുകൂലമായി നിൽക്കുന്നു. പ്രവചനം അതീതമായി തന്നെ ഈ നക്ഷത്രക്കാർ കുതിച്ചുയരുക തന്നെ ചെയ്യും. അപ്രതീക്ഷിതമായിട്ടുള്ള മാറ്റങ്ങൾ തന്നെയാണ് കാർത്തിക നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. രാജകീയ പ്രൗഢിയോടുകൂടി നേട്ടങ്ങൾ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്നു. ജീവിതത്തിൽ ഉടനീളം അനുഭവിച്ചു കൊണ്ടിരുന്ന ഇതുവരെ അനുഭവിച്ചു തീർത്ത ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ വളരെ എളുപ്പത്തിൽ തന്നെ മാറുന്ന സമയമാണ്. ഇവർക്ക് പൊടുന്നനെയാണ് അവിടെ ദുഃഖ ദുരിതങ്ങൾക്ക് അറുതി വരുന്ന സാഹചര്യങ്ങൾ. അത് തുടക്കം സംഭവിക്കുന്നത് സന്തോഷകരമായിട്ടുള്ള വാർത്തകൾ ഓരോ ദിവസവും കേൾക്കാനുള്ള ഭാഗ്യം ഒന്നു ചേരുന്നു. ദുഃഖത്തിന്റെ അവസ്ഥയിൽ നിന്നും സന്തോഷത്തിന്റെ സാഹചര്യങ്ങൾ വന്നു ചേരുന്നതോടുകൂടി ഇവിടെ മനസ്സിൽ നിന്നും പലപ്പോഴും ദുഃഖങ്ങൾ ഒഴിഞ്ഞു പോകുന്നു. അതോടൊപ്പം തന്നെ വലിയ വലിയ നേട്ടങ്ങൾ പതിയെ അവരുടെ ജീവിതത്തിൽ കടന്നു വരുന്നു. പ്രത്യേകിച്ചും ഇവർക്ക് സാമ്പത്തിക അഭിവൃദ്ധിയിലേക്ക് എത്തിച്ചേരാനുള്ള അവസരങ്ങൾ വളരെ നാളുകളായി പല തവണയും പലപ്പോഴായി പരിശ്രമിച്ചിട്ട് പോലും ലഭിക്കാത്ത ജോലി, ഒരു താൽക്കാലിക ജോലി പോലും ലഭിക്കാതെ നിന്നിരുന്ന ആളുകൾക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട ജോലി ലഭിക്കുകയും അതിൽ കൂടി വലിയ വരുമാനം വന്നു ചേരുകയും അതിൽ സ്ഥാനമാനങ്ങൾ ലഭിക്കാനുള്ള അവസരങ്ങൾ ലഭിക്കുകയും ചെയ്യുന്ന സമയമാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നത്. പ്രത്യേകിച്ചും സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ നടക്കും. കുടുംബത്തിലൊക്കെ സന്തോഷ വാർത്തകൾ കേൾക്കുന്നതിനും പുതിയ പുതിയ മെച്ചപ്പെട്ട നേട്ടങ്ങൾ വന്നു ചേരുന്നു ആയ ഹസ്തങ്ങൾ ഇവർക്ക് നീട്ടി നിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. ഇവർ അടുത്തുള്ള ശിവക്ഷേത്ര ദർശനം നടത്തണം. ഭഗവാന് തിങ്കളാഴ്ച ദിവസം കുളമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ജീവിതത്തിലെ പലവിധ വെല്ലുവിളികളെയും അതിജീവിക്കാൻ ഭഗവാന്റെ അനുഗ്രഹത്തിലൂടെ ഇവർക്ക് സാധ്യമാകും. അടുത്ത നക്ഷത്രം രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രക്കാർ കത്തിച്ചൊലിക്കും. ഇവർക്ക് സഹോദര തുല്യമായി കാണുന്ന ആളുകളിൽ നിന്നും ഇവർ ആഗ്രഹിക്കാതെ തന്നെ പല സഹായങ്ങളും ലഭിക്കുന്നു. പ്രത്യേകിച്ചും സഹോദരങ്ങൾ ഇവർക്ക് കൈത്താങ്ങായി വലിയൊരു പരിഗണനയായി വന്നു ചേരുന്ന ഒരു സമയമാണ്. സഹായവും പിന്തുണയുമൊക്കെ വളരെയധികം ഇവർക്ക് ലഭിക്കും. സമൂഹത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നുമൊക്കെ നല്ല രീതിയിലുള്ള പിന്തുണ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ്. സഹപ്രവർത്തകരുമായി നല്ല രീതിയിൽ യോജിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ ഇവർക്ക് സാധിക്കും. ഇവർക്ക് വിദേശത്തേക്ക് ഒരു യാത്ര തരപ്പെടുന്നതിനും വിദേശത്ത് പോയി നല്ലൊരു ജോലി ലഭിക്കുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ്. വിദേശത്ത് പോയി അവർ നല്ല രീതിയിലുള്ള സാമ്പത്തിക അഭിവൃദ്ധിയും മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളും അനുഭവിക്കാൻ സാധിക്കുന്ന സമയം ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നു. ഇവർ ചെയ്യേണ്ടത് അടുത്തുള്ള ഗണപതി ക്ഷേത്ര ദർശനം നടത്തുക. ഭഗവാന് കറുകമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുക.
വിഘ്നേശ്വരൻ എല്ലാ വിധത്തിലുള്ള തടസ്സങ്ങളും മാറ്റി ജീവിതത്തിൽ അഭിവൃദ്ധി നിറഞ്ഞ ഒരു കാലഘട്ടം തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും. അടുത്ത നക്ഷത്രം മകയിരം നക്ഷത്രമാണ്. മകയിരം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത്. ഇവർക്ക് വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വീടെന്നൊരു സ്വപ്നം വളരെ നാളുകളായി അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് ഇതൊരിക്കലും നടക്കുകയില്ല എന്നൊക്കെ വിചാരിച്ചു നിൽക്കുന്ന സമയത്തായിരിക്കും ഇവർക്ക് വളരെ എളുപ്പത്തിൽ വളരെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഐശ്വര്യ സമ്പൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരുന്ന ഒരു സമയം ലഭിക്കുന്നു. അതിലൂടെ മികച്ച അവസരങ്ങൾ, മികച്ച നേട്ടങ്ങൾ ഒക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും. സാമ്പത്തിക അഭിവൃദ്ധി ഇവർക്ക് വന്നു ചേരും. സാമ്പത്തികപരമായിട്ടുണ്ടായിരുന്ന പരാധീനതകളൊക്കെ മാറും. കടബാധ്യത അനുഭവിക്കുന്ന ആളുകൾക്ക്, കടങ്ങൾ തലയ്ക്ക് മുകളിൽ വന്നു നിൽക്കുന്ന സാഹചര്യങ്ങളുള്ള ആളുകൾക്ക് ആ കടങ്ങളൊക്കെ വീട്ടാനുള്ള സാമ്പത്തിക സ്രോതസ്സുകൾ ഇവരുടെ മുന്നിൽ വന്നു ചേരും. പുതിയ പുതിയ വാതിലുകൾ ഇവരുടെ മുന്നിൽ തുറക്കപ്പെടുന്നതോടുകൂടി സാമ്പത്തികവും സാമൂഹ്യപരവും ഐശ്വര്യപൂർണമായ അവസ്ഥകൾ ജീവിതത്തിൽ വന്നു ചേരുക തന്നെ ചെയ്യും. അടുത്ത നക്ഷത്രം അവിട്ടം നക്ഷത്രമാണ്. അവിട്ടം നക്ഷത്രക്കാർക്ക് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറും. ഐശ്വര്യവും സമൃദ്ധിയും ഇവരുടെ കൂടെ ഉണ്ടാകും. പ്രത്യേകിച്ചും തൊഴിൽപരമായിട്ടുള്ള എല്ലാ തടസ്സങ്ങളും മാറുകയും സൂര്യശോഭയോടുകൂടി അവരുടെ ജീവിതത്തിൽ പുതിയ പുതിയ തൊഴിൽ മേഖലയിലേക്ക് പ്രവേശിക്കുന്നതിനും അതിലൂടെ ജീവിതത്തിൽ മിന്നുന്ന വിജയം കാഴ്ചവെക്കുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ്. പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്ന ആളുകൾക്ക് ഏറ്റവും അനുകൂലമായി നിൽക്കുന്ന ഒരു സമയം. ജീവിതത്തിൽ പല വിധത്തിലുള്ള കഷ്ടതകൾ അനുഭവിച്ചു കൊണ്ടിരുന്ന ആളുകൾക്ക് സമ്പത്ത് കുതിച്ചുയരുന്നതിനും ഇവിടെ കൂടെയുള്ള ആളുകൾക്ക് പോലും സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുന്നതിനും ലക്ഷ്മി കടാക്ഷത്തോടുകൂടി സാമ്പത്തിക മുന്നേറ്റം കാഴ്ചവെക്കുന്നതിനും സാധിക്കുന്ന സമയമാണ്. പ്രവചനങ്ങളൊക്കെ ഇവിടെ മുന്നിൽ തിരുത്തി കുറിക്കപ്പെടുന്ന ഒരു സമയമാണ്. വലിയ നേട്ടങ്ങൾ ഇവർക്ക് വന്നു ചേരും. മിന്നുന്ന വിജയം, മിന്നുന്ന ഉയർച്ചകളൊക്കെ ഇവർക്ക് ലഭിക്കുന്നു. മനസ്സമാധാനത്തോടുകൂടി ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. ഇവർ ചെയ്യേണ്ടത് അടുത്തുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുക, ഭഗവാന് പഞ്ചാമൃത അഭിഷേകം വഴിപാടായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ജീവിതത്തിൽ ഭഗവാന്റെ അനുഗ്രഹത്തിലൂടെ വലിയ നേട്ടങ്ങളും ഉണ്ടാകും. ഇവർ കുടുംബക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അടുത്ത നക്ഷത്രം പുരുട്ടാതി നക്ഷത്രമാണ്. പുരുട്ടാതി നക്ഷത്രക്കാർക്ക് ജീവിത വിജയം നേടുന്നതിനും ഉയർന്ന വരുമാനം വന്നു ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയം കൂടിയാണ്. മികച്ച അവസ്ഥകൾ ഇവർക്ക് വന്നു ചേർന്നു. ഉന്നതിയിലേക്ക് എത്താനുള്ള അവസരങ്ങളാണ് വന്നിരിക്കുന്നത്. അപ്രതീക്ഷിതമായിട്ടുള്ള ധനയോഗം ഇവരെ തേടിയെത്തുന്ന ഒരു സമയം കൂടിയാണ്. സാമ്പത്തിക നിലയിലുള്ള ബുദ്ധിമുട്ടുകൾക്ക് മാറും. കഷ്ടതകൾ, ദുഃഖ ദുരിതങ്ങൾ, സങ്കടക്കടൽ ഇതൊക്കെ അവർ നീന്തിക്കടന്നുകൊണ്ട് ജീവിതത്തിൽ മികച്ച വിജയം കാഴ്ചവെക്കാനും ഇവർക്ക് സാധിക്കുന്ന ഒരു സമയമാണ്. ഭാഗ്യം തേടി വരുന്നു. ഭാഗ്യത്തിനുമേൽ ഭാഗ്യം തന്നെ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്നു. ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ പെട്ടെന്ന് തന്നെ മാറുകയും ചികിത്സകൾ ഫലിക്കുകയും സന്തോഷപൂർണമായ ഒരു ജീവിതം നയിക്കുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ്. പ്രവചനങ്ങൾ അങ്ങനെയാണ്. ഇവർക്ക് അനുകൂലമായി നിൽക്കുന്ന സമയമാണ്. അതോടൊപ്പം തന്നെ ഇനി വരുന്ന നാളുകൾ ഇവരെ പിടിച്ചാൽ കിട്ടില്ല. അത്ര കണ്ട് നേട്ടങ്ങളാണ്, ഞെട്ടിക്കുന്ന ഭാഗ്യമാണ് ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന സമയം എന്ന് പറയുന്നത്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ചതയം നക്ഷത്രമാണ്. ചതയം നക്ഷത്രക്കാർക്ക് വളരെ നാളുകളായി മോശപ്പെട്ട അവസ്ഥകളാണ് വന്നു ചേർന്നിരുന്നത്. ഇനി വരാനിരിക്കുന്നതും വീട്ടിലുള്ള ആളുകൾക്കും ഇവരുടെ സാന്നിധ്യം കൊണ്ട് മാത്രം വലിയ ഉയർച്ചകൾ സംഭവിക്കുന്നു. സാമ്പത്തിക നിലയിൽ വലിയ വലിയ മാറ്റങ്ങളും ഉയർച്ചകളും ഒക്കെ ഇവർക്ക് കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ്. മിന്നുന്ന വിജയം, മിന്നുന്ന ഉയർച്ചകളൊക്കെ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന ഒരു സമയം കൂടിയാണ്. ഇവർ ചെയ്യേണ്ടത് അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തി ദേവിക്ക് കടുംപായസം വഴിപാട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. മികച്ച മുന്നേറ്റങ്ങളും ഉയർച്ചകളും ഒക്കെ കാണാൻ സാധിക്കും. അടുത്ത നക്ഷത്രം ഉത്രം നക്ഷത്രമാണ്. ഉത്രം നക്ഷത്രക്കാർക്ക് മഹാഭാഗ്യമാണ്, മഹാഐശ്വര്യമാണ്, സമൃദ്ധിയാണ് വരാൻ പോകുന്നത്. മികച്ച രീതിയിലുള്ള ഉയർച്ചകൾ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്നു. വളരെ നാളുകളായി മോശപ്പെട്ട അവസ്ഥയിൽ നിന്നിരുന്ന ഈ നക്ഷത്രക്കാർക്ക് ഇനി വരാൻ പോകുന്നത് സമ്പത്തിന്റെയും സമൃദ്ധിയുടെയും പണലഭ്യതയുടെയും നാളുകളാണ്. കടങ്ങളൊക്കെ തീരും. ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറും. വീട് നിർമ്മാണം പൂർത്തീകരിക്കുന്നതിനും വീടെന്നൊരു സ്വപ്നം പൂർത്തീകരിക്കുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ്. ജീവിതത്തിലെ പലവിധ വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് ഈ നക്ഷത്രക്കാർ കുതിച്ചുയരും. വലിയ നേട്ടമാണ്, ഉയർച്ചയാണ്. അടുത്ത നക്ഷത്രം അത്തം നക്ഷത്രമാണ്. അത്തം നക്ഷത്രക്കാർക്ക് രാജയോഗ സമാനമായ അവസ്ഥകൾ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയമാണ്. വലിയ വലിയ നേട്ടങ്ങൾ ഇവരെ തേടിയെത്തുന്നു. സാമ്പത്തിക സ്രോതസ്സുകളൊക്കെ വലിയ ഉയർച്ചയിലേക്ക് എത്തിച്ചേരും. ഓരോ രാത്രി കഴിയുമ്പോഴും ഇവരുടെ ജീവിതത്തിൽ പുതുവെളിച്ചം പോലെ പല വിധത്തിലുള്ള സൗഭാഗ്യങ്ങളും നേട്ടങ്ങളും വന്നുകൊണ്ടേയിരിക്കും. വരാനിരിക്കുന്ന നേട്ടങ്ങൾ ഇപ്പോൾ അനുഭവിച്ച നേട്ടത്തിന്റെ 10 മടങ്ങായിരിക്കും. അതോടൊപ്പം തന്നെ ഇവരുടെ സാന്നിധ്യം കൊണ്ട് തന്നെ ആ വീട്ടിലുള്ള ആളുകൾക്കും മികച്ച നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരും.
വലിയ നേട്ടങ്ങളും വലിയ സാമ്പത്തിക വിജയവും ഒക്കെ ഇവർക്ക് വന്നു ചേരും. അടുത്ത നക്ഷത്രം ചിത്തിര നക്ഷത്രമാണ്. ചിത്തിര നക്ഷത്രക്കാർക്ക് വലിയ ഭാഗ്യം തന്നെയാണ്. ഈശ്വരാധീനമുണ്ട്. മികച്ച രീതിയിൽ ഉയർച്ചകൾ സംഭവിക്കുന്ന ഐശ്വര്യസമ്പൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേർന്ന സൂര്യശോഭയോടുകൂടി നേട്ടങ്ങൾ ഉണ്ടാകുന്ന കത്തിച്ചൊലിക്കുന്ന അവസ്ഥകൾ തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ തോതിൽ തന്നെ അനുഭവവേദ്യമാകുന്ന ഒരു സമയമാണ്. എത്ര വലിയ ആഗ്രഹവും ഇവർക്ക് നടന്നു കിട്ടുന്ന, ഇവരുടെ പ്രാർത്ഥനകൾക്കൊക്കെ ഫലസിദ്ധി വന്നു ചേരുന്ന സമയമാണ്. കടബാധകളൊക്കെ തീരും. മികച്ച അവസരങ്ങൾ ഈ നക്ഷത്രക്കാരെ തേടിയെത്തും. ഇവർ ചെയ്യേണ്ടത് അടുത്തുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തുക, ഭഗവാന് പാൽപായസ നിവേദ്യ സമർപ്പണം നടത്തി പ്രാർത്ഥിക്കുക. മികച്ച ഉയർച്ചകളൊക്കെ വന്നു ചേരും. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഗുണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.